Good morning dear students, welcome to another class of chemistry. So today we are going to study periodic table and electronic configuration. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കാനുള്ള ഒരു സ്പെഷ്യൽ ക്ലാസ് ആണിത്. അപ്പോൾ നമുക്ക് സ്ട്രക്ചർ ഓഫ് ആറ്റം പഠിക്കുന്ന കേസിലാണെങ്കിലും ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്ന ചാപ്റ്റർ പഠിക്കുമ്പോഴും മുന്നോട്ടും നിങ്ങൾക്ക് സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ബ്ലോക്സും ഒക്കെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ അത് നിങ്ങളെ ഒന്ന് അറിയാത്തവർക്കും 10th അത് പഠിച്ചിട്ടില്ലാത്തവർക്കും വേണ്ടിയിട്ട് പറയുന്ന ഒരു ക്ലാസ് ആണിത്. അപ്പൊ ജസ്റ്റ് നമ്മൾ ആ ഒരു ഹെഡിങ്ങിൽ അത് ഉൾപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലേക്ക് പോകുന്നതിന് മുന്നേ എന്താണ് നമ്മുടെ മെയിൻ ഷെൽ വൈസ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആദ്യം ജസ്റ്റ് ഒന്ന് പറയാം. അതിനുശേഷം സബ്ഷെല്ലിന്റെ ഇൻട്രൊഡക്ഷനിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാം എലമെന്റ്സിന്റെ അല്ലെങ്കിൽ ആറ്റത്തിന്റെ മെയിൻ ഷെൽ ഏതൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം അല്ലെ. ഫസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് കെ ആണ്, സെക്കൻഡ് ഷെൽ എൽ, എം, എൻ ഈ രീതിയിലാണ് പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ ഓരോന്നിലും അക്കോമഡേറ്റ് ചെയ്യാനുള്ള മാക്സിമം നമ്പർ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് എന്നുള്ള കാര്യം അത് നമ്മൾ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കത് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് അല്ലെ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ അറിയാമല്ലോ, എങ്കിലും ജസ്റ്റ് നമുക്കൊന്ന് പറയാം. കെ ക്യാത്തിൽ നമ്മൾ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. മെയിൻ ഷെൽ കോൺഫിഗറേഷൻ ആണ് പറയുന്നത്. ഷെല്ലിനെ നമ്മൾ മെയിൻ ഷെല്ലിനെ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് കെ, എൽ, എം, എൻ എന്ന രീതിയിലായിരിക്കും. അപ്പൊ അതിൽ ആദ്യത്തെ മെയിൻ ഷെല്ലായ കെയില് നമുക്ക് പരമാവധി ഉൾക്കൊള്ളിക്കാവുന്ന മാക്സിമം അക്കോമഡേറ്റ് ചെയ്യിക്കാൻ പറ്റുന്ന ഇലക്ട്രോൺസിന്റെ നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, ദെൻ എല്ലിനകത്ത് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണ്? 8 ആണ്. 8. ഓക്കെ, എങ്ങനെയാണ് ഈ ഓരോ ഷെല്ലിലും മാക്സിമം അക്കോമഡേറ്റ് ചെയ്യിക്കുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം കണ്ടെത്തുന്നത്? അതിന്റെ ഇക്വേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് 2n² എന്നാണ് ആ ഇക്വേഷൻ. അവിടെ n എന്ന് പറയുന്നത് ഷെല്ലിന്റെ നമ്പറാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. k എന്ന് പറയുന്നത് എത്രാമത്തെ ഷെല്ലാണ്? 1ാമത്തെ ഷെല്ലാണ്. അപ്പോൾ n ന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. ദാറ്റ് ഈസ് 2 × 1² = 2 എന്ന് വെച്ചാൽ K main shell has accommodate 2 electrons, maximum 2 electrons. ഇതാണ് അതിന്റെ മീനിങ്. ഇനി L എന്ന് പറയുന്നത് 2ാമത്തെ ഷെല്ലാണ് അല്ലേ. അപ്പൊ n ന്റെ സ്ഥാനത്ത് 2 കൊടുത്തു നോക്കൂ. 2 × 2², that is 4 × 2 = 8, which means that the main shell L can accommodate maximum number of 8 electrons. Okay, ഇനി അടുത്തത് M ലേക്ക് പോകൂ. 3ാമത്തെ ഷെല്ലാണ്. അപ്പൊ n ന്റെ സ്ഥാനത്ത് 3 കൊടുക്കണം. 2 × 3², that is 3² 9, 9 × 2 = 18. മാക്സിമം എമ്മിനകത്ത് എത്ര ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? 18 ഇലക്ട്രോൺസിനെ പറ്റും. ഇനി n ഷെല്ലിലേക്ക് പോവുക. n ഷെല്ലിലേക്ക് പോകുമ്പോൾ 4ാമത്തേതാണ്, that is 2 × 4², that is 16 × 2 = 32. അപ്പൊ എമ്മിനകത്ത് മാക്സിമം നമുക്ക് എത്ര ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാം? 32 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് മെയിൻ ഷെൽ. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് മെയിൻ ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. അത് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിലും അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് സബ്ഷെല്ലിലേക്ക് പോകാം. ഓക്കെ, അപ്പോ നമുക്ക് ആദ്യം ഹൈഡ്രജനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണെന്ന് അറിയാം. സോ നമുക്ക് ആകെപ്പാടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ അവിടെ എത്രയേ ഉള്ളൂ? 1 ഉള്ളൂ. അടുത്തത് ഹീലിയത്തിനകത്ത് എത്ര ഇലക്ട്രോൺസ് വരുന്നുണ്ട്? 2 ഇലക്ട്രോൺസ്. സോ അവിടെ എന്താണ് നമുക്കറിയാം, ഫസ്റ്റ് മെയിൻ ഷെല്ലിൽ ഹൗ മെനി ഇലക്ട്രോൺസ് ക്യാൻ അക്കോമഡേറ്റ്? 2 ഇലക്ട്രോൺസ്. അപ്പൊ ആ 2 ആണ്, അത്രേ ഉള്ളൂ. ഇനി അടുത്തത് ലിഥിയത്തിലേക്ക് വരുന്നു. ലിഥിയം കണ്ടെയ്ൻസ് 3 ഇലക്ട്രോൺസ്. അപ്പൊ മെയിൻ ഷെൽ കോൺഫിഗറേഷൻ അനുസരിച്ച് ഫസ്റ്റ് ഷെല്ലിൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോണിന്റെ എണ്ണം 2 ആണ്. അപ്പൊ 3ൽ നിന്ന് 2 ഇവിടെ എഴുതി, ബാക്കി എത്ര ഉണ്ട്? only 1. അപ്പൊ അത് അടുത്തതായിട്ട് എഴുതുന്നു 2 1. ഇതാണല്ലോ മെയിൻ ഷെൽ കോൺഫിഗറേഷൻ. ഓക്കെ, അടുത്തത് ഏതാണ്? ബെറിലിയം 4 അല്ലേ. ഓക്കെ, ഇത് വരുമ്പോൾ എങ്ങനെയാ?
4 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഷെല്ലിൽ മാക്സിമം നമുക്ക് 2 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാം. 4ന് 2 പോയിട്ട് ബാക്കി 2 ഉള്ളൂ. അപ്പൊ അടുത്ത ഷെല്ലിൽ ബാക്കി 2 ഇലക്ട്രോൺസിനെ കൊടുത്തു. ഇനി വേറെ സോഡിയം 11 ഇലക്ട്രോൺസ് ആണ് ഉള്ളത് അല്ലേ? അപ്പോ ഫസ്റ്റ് ഷെല്ലിൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം 2 ആണ്. അപ്പൊ 11ന് 2 പോയി, ബാക്കി ഇനി എത്ര എണ്ണം ഉണ്ട്? യെസ്, 9 ഉണ്ട് അല്ലേ? അപ്പൊ അത് രണ്ടാമത്തെ ഷെല്ലിൽ മാക്സിമം എത്ര എണ്ണം പറ്റും? 8 പറ്റും. അപ്പൊ രണ്ടാമത്തെ ഷെല്ലിൽ നമ്മൾ 8 കൊടുത്തു. അപ്പൊ 10 ആയി. ഇനി എത്ര ഇലക്ട്രോൺ ഉണ്ട്? ബാക്കി 1 ഇലക്ട്രോണേ ഉള്ളൂ. അത് അടുത്ത ഷെല്ലിൽ കൊടുത്തു. അങ്ങനെ മെയിൻ ഷെൽ കോൺഫിഗറേഷൻ ഓഫ് സോഡിയം 281 എന്ന രീതിയിലേക്ക് മാറി. ഓക്കെ, ദെൻ അടുത്തത് മഗ്നീഷ്യം 12 ആണ് ഇലക്ട്രോൺസിന്റെ നമ്പർ. അപ്പൊ അതിന്റെ എന്ത് വരും? ആദ്യത്തെ ഷെല്ലിൽ മാക്സിമം 2, രണ്ടാമത്തെ ഷെല്ലിൽ മാക്സിമം 8, 10 ആയി. ബാക്കി ഇനി എത്ര ഉണ്ട്? 12. 2 എണ്ണമല്ലേ ഉള്ളൂ. അപ്പൊ ആ 2 എണ്ണം അടുത്ത ഷെല്ലിലേക്ക് കൊടുത്തു. ഇനി പൊട്ടാസ്യം 19 ആണ് ഇലക്ട്രോൺസിന്റെ നമ്പർ അല്ലേ? അപ്പൊ ആദ്യത്തെ ഷെല്ലിൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിന്റെ നമ്പർ 2, രണ്ടാമത്തെ ഷെല്ലിൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് 8 ആണ്. അപ്പൊ 10 ആയി. ഇനി എത്ര എണ്ണം ഉണ്ട്? 9 ഇലക്ട്രോൺസ് ഉണ്ട്. മൂന്നാമത്തെ ഷെല്ലിൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം 18 ആണ്. പക്ഷെ ഇവിടെ 18 എണ്ണം ഉണ്ടോ നമ്മുടെ കയ്യില്? ഇല്ല. ബാക്കി എത്രയേ ഉള്ളൂ? 9 എണ്ണാണുള്ളത്. അപ്പൊ നമുക്ക് 18 എന്ന് എഴുതാൻ പറ്റില്ല. അല്ലാതെ നമുക്ക് അതിൽ കുറച്ച് ബാക്കി സ്റ്റേബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷൻ 8 ആണ്. ഒന്നുകിൽ 8 അല്ലെങ്കിൽ 18 ആ രീതിയിൽ. അപ്പൊ 18 നമുക്ക് ഇവിടെ എഴുതാൻ പറ്റില്ല. പിന്നുള്ള സ്റ്റേബിൾ കോൺഫിഗറേഷൻ എത്രയാണ്? 8 ആണ്. അപ്പൊ അതാണ് 8 എഴുതിയത്. ഇനി ബാക്കി എത്ര എണ്ണം ഉണ്ട്? 1. അത് അടുത്ത ഷെല്ലിൽ കൊടുത്തു. എഴുതിയ കോൺഫിഗറേഷൻ മനസ്സിലായോ? ഇനി അതുപോലെ കാൽഷ്യത്തിന്റെ 20 ഇലക്ട്രോൺസ് ആണുള്ളത്. ഫസ്റ്റ് ഷെല്ലിൽ മാക്സിമം 2, സെക്കൻഡ് ഷെല്ലിൽ മാക്സിമം 8, മൂന്നാമത്തെ ഷെല്ലിൽ മാക്സിമം 18 ആണ് സ്റ്റേബിൾ കോൺഫിഗറേഷൻ. പക്ഷെ കാൽഷ്യത്തിനെ സംബന്ധിച്ച് 10 എണ്ണം കഴിഞ്ഞാൽ പിന്നെ 18 ഉണ്ടോ? ഇല്ല, 10 കൂടെ ഉള്ളൂ. അപ്പൊ നമുക്ക് 18 എഴുതാൻ പറ്റില്ല. 18 എഴുതാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഏത് എഴുതാവുള്ളൂ? 8 എഴുതാവുള്ളൂ. ബാക്കി എത്ര ഉണ്ട്? 2. മനസ്സിലായോ? ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെയിൻ ഷെൽ കോൺഫിഗറേഷൻ എഴുതുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്കറിയാം. അങ്ങോട്ട് ഏത് ആറ്റംസിന്റെ കേസ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ രീതിയിൽ കോൺഫിഗറേഷൻ എഴുതാൻ അറിയാം. അപ്പൊ ഇത്രയേ ഉള്ളൂ മെയിൻ ഷെല്ലിന്റെ കേസ്. ഇനി നമ്മൾ ഏതാ പഠിക്കാൻ പോകുന്നത്? സബ് ഷെൽ ആണ് പഠിക്കാൻ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി സബ് ഷെൽസ്. വി ആർ ഫെമിലിയർ വിത്ത് മെയിൻ ഷെൽസ്, റൈറ്റ്? യെസ്. അപ്പൊ ഇലക്ട്രോൺസ് ഇൻ ഈച്ച് എനർജി ലെവൽ ആർ അറേഞ്ച്ഡ് ഇൻ ഇറ്റ്സ് സബ് എനർജി ലെവൽസ്. അപ്പൊ മെയിൻ ഷെൽ ഏതൊക്കെയാണ് അല്ലെങ്കിൽ മെയിൻ എനർജി ലെവൽസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ആ ഓരോ മെയിൻ എനർജി ലെവൽസിലെയും ഇലക്ട്രോൺസിനെ നമ്മൾ എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? സബ് എനർജി ലെവലിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓരോ മെയിൻ എനർജി ലെവൽസ് അല്ലെ മെയിൻ ഷെൽസിലെ ഇലക്ട്രോൺസിനെ സബ് ഷെല്ലായിട്ട് അല്ലെങ്കിൽ സബ് എനർജി ലെവൽസിലേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഓരോ സബ് എനർജി ലെവൽ, ഓരോ മെയിൻ ഷെല്ലിലെയും സബ് എനർജി ലെവലിനെ വിളിക്കുന്ന പേരാണ് സബ് ഷെൽ എന്ന് പറയുന്നത്. അപ്പം ഒരു മെയിൻ ഷെല്ലിന് അകത്തുള്ള ഷെല്ലാണ് എന്തെന്ന് പറയുന്നത്? സബ് ഷെൽ എന്ന് വിളിക്കുന്നത്. പിടികിട്ടിയല്ലോ? ഓക്കെ. സബ് ഷെൽ പ്രധാനമായിട്ടും 4 ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. S, P, D ആൻഡ് F. മനസ്സിലായല്ലോ? ഇനി അപ്പൊ അത് ഓരോന്നും എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് SPDF എന്ന് നമ്മൾ സബ് ഷെല്ലിന് നെയിം കൊടുക്കാൻ റീസൺ ഉണ്ട്. അത് ജസ്റ്റ് നിങ്ങളുടെ ഒരു എക്സ്ട്രാ നോളജിന് വേണ്ടി പറയുന്ന ഒരു കാര്യം മാത്രമാണ്. SPDF are given to subshell based on words indicating certain properties related to the atomic spectra. നിങ്ങൾക്ക് അറ്റോമിക് സ്പെക്ട്ര അറിയാലോ, നമ്മൾ സ്പെക്ട്രം പഠിച്ചവരാണ് അല്ലേ? അപ്പൊ അറ്റോമിക് സ്പെക്ട്രയുമായിട്ട് റിലേറ്റ് ചെയ്ത ചില പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വേർഡുകൾ, ആ വേർഡിന്റെ ഷോർട്ട് ഫോം ആയിട്ടാണ് S എന്നും P എന്നും D, F എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ സബ്ഷെല്ലിന് പേര് കൊടുത്തത്. ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് S means sharp, P means principal, D means diffuse, F means fundamental. ഈ ഒരു വേർഡ്സിനെ ഷോർട്ട് ചെയ്തിട്ടാണ് SPDF എന്ന രീതിയിൽ നമ്മൾ സബ് ഷെൽസിന് നെയിം കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത് ജസ്റ്റ് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള സബ് ഷെല്ലിലേക്ക് പോകാം. അപ്പൊ നമ്മൾ പറഞ്ഞു മെയിൻ ഷെൽ, ഓരോ മെയിൻ ഷെല്ലിനെയും നമ്മൾ സബ് ഷെല്ലുകളായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? ഡിവൈഡ് ചെയ്തിരിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞു. നോക്കാം. ആദ്യത്തെ മെയിൻ ഷെൽ എന്ന് പറയുന്നത് എന്താണ്? K ആണ്. അപ്പൊ K എന്ന മെയിൻ ഷെല്ലിന് ഒരൊറ്റ സബ് ഷെല്ല് മാത്രമേ ഉള്ളൂ. അതാണ്
എസ് എന്ന് പറയുന്ന സബ്ഷെൽ. ഓക്കെ, ഇനി അടുത്ത മെയിൻ ഷെൽ ഏതാണ്? എൽ ആണ്. എല്ലിന് 2 സബ്ഷെൽസ് ഉണ്ട്. അതിൽ ഒരെണ്ണം എസും ഒരെണ്ണം പിയുമാണ്. ഓക്കെ, അടുത്തത് മെയിൻ ഷെല് എം ആണ്. എം എന്ന മെയിൻ ഷെല്ലിന് 3 സബ്ഷെൽ ഉണ്ട്. കാരണം മൂന്നാമത്തെ മെയിൻ എനർജി ലെവൽ ആയതുകൊണ്ടാണ് 3 സബ്ഷെൽ വന്നത്. ഏതൊക്കെയാണ്? എസ്, പി ആൻഡ് ഡി. ഇനി നാലാമത്തെ എനർജി ലെവൽ ആരാണ്? മെയിൻ എനർജി ലെവൽ ആരാണ്? എൻ ആണ് അല്ലെ. അപ്പൊ നാലാമത്തെ മെയിൻ എനർജി ലെവൽ ആയതുകൊണ്ട് തന്നെ അയാൾക്ക് എത്ര സബ്ഷെല്ല് കാണും? 4 സബ്ഷെല്ല് കാണും. ആരൊക്കെയാണ്? എസ്, പി, ഡി ആൻഡ് എഫ്. ഓക്കെ, അപ്പൊ നമ്മള് സബ്ഷെൽസിനെ എത്രയൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? നമ്മുടെ സബ്ഷെൽസ് എന്ന് പറയുന്നത് എസ്, പി, ഡി ആൻഡ് എഫ് ആണ്. ഓരോ മെയിൻ ഷെല്ലിനും സബ്ഷെൽസ് ഉണ്ട്. അതില് ഒന്നാമത്തെ മെയിൻ ഷെല്ല് കെ ആണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഒരു സബ്ഷെല്ലേ ഉള്ളൂ, ദാറ്റ് ഈസ് എസ്. രണ്ടാമത്തെ മെയിൻ ഷെല്ല് എൽ ആണ്. അതുകൊണ്ട് 2 സബ്ഷെൽ എസ്, പി. മൂന്നാമത്തെ മെയിൻ ഷെല്ല് എം ആണ്. 3 സബ്ഷെൽ എസ്, പി, ഡി. നാലാമത്തെ മെയിൻ ഷെല്ല് എൻ ആണ്. 4 സബ്ഷെൽ എസ്, പി, ഡി ആൻഡ് എഫ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി എങ്ങനെ ഇതിലെല്ലായിടത്തും ഈ 4 മെയിൻ ഷെല്ലിൽ നോക്കിക്കേ, നിങ്ങൾ നോക്കിയാൽ എസ് എന്ന സബ്ഷെല്ല് കാണാൻ പറ്റും അല്ലെ. അപ്പം ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഒരു എസ് എന്ന് എഴുതിയാൽ ഒന്നാമത്തെ മെയിൻ കെയുടെ എസ് ആണോ, എല്ലിന്റെ എസ് ആണോ, എമ്മിനകത്തിലെ ആണോ, എന്നിനകത്തിലെ ആണോ എന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? ഹൗ ടു ഐഡന്റിഫൈ? യെസ്, അങ്ങനെ ഷെൽസ് സബ്ഷെൽസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന മാർഗമാണ് നമ്പറിംഗ്. സബ്ഷെൽസിനെ ഏത് മെയിൻ ഷെല്ലിലുള്ള ആളാണ്, ഏത് മെയിൻ ഷെല്ലിലെ സബ്ഷെൽ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സബ്ഷെൽസിന് എന്ത് കൊടുക്കുന്നത്? നമ്പറിംഗ് കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ നമ്മള് കെ എന്നത് ഒന്നാമത്തെ എനർജി ലെവൽ അല്ലേ? അതെ. അപ്പൊ ഒന്നാമത്തെ എനർജി ലെവലിലുള്ള സബ്ഷെല്ലിന് ഏത് നമ്പർ ആയിരിക്കും കൊടുക്കുന്നത്? 1 ആയിരിക്കും. അപ്പോൾ കെ മെയിൻ ഷെല്ലിലെ സബ്ഷെല്ലായ എസിന് നമ്മൾ കൊടുക്കുന്നു 1s. അപ്പൊ 1s എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒന്നാമത്തെ മെയിൻ ഷെല്ലായ കെയിലെ സബ്ഷെല്ലാണ് എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? അപ്പൊ എല്ലിനകത്തിലുള്ള എസിന് ഏത് നമ്പർ കൊടുക്കും? യെസ്, 2s എന്ന് കൊടുക്കും. പിക്കോ 2p എന്ന് കൊടുക്കും. മനസ്സിലായോ പറഞ്ഞത്? എമ്മിനകത്തിൽ വരുമ്പോ അപ്പൊ എങ്ങനെ കൊടുക്കും? 3s, 3p, 3d എന്ന് കൊടുക്കും. മനസ്സിലായി? ഇനി എന്നിനകത്തിൽ വരുമ്പോഴോ? യെസ്, 4s, 4p, 4d, 4f എന്ന് കൊടുക്കും. ഇതേപോലെ അങ്ങോട്ട്. അപ്പൊ എന്തിനു വേണ്ടിയാണ് നമ്മൾ സബ്ഷെൽസിന് നമ്പർ ചെയ്തത്? ഏത് മെയിൻ എനർജി ലെവലിലെ സബ്ഷെൽ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്പറിംഗ് കൊടുക്കുന്നത്. അപ്പൊ നമ്പർ എങ്ങനെ വന്നു എന്നുള്ളതിന്റെ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുന്നു. ഓക്കെ, ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഓരോ മെയിൻ ഷെല്ലിലും മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിന്റെ നമ്പർ നിങ്ങൾക്ക് അറിയാം. നമ്മളത് 2n² വെച്ച് കണ്ടുപിടിച്ചു. ഇതുപോലെ തന്നെ ഓരോ സബ്ഷെല്ലിലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഓരോ സബ്ഷെല്ലിലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിന് ഒരു പരമാവധി അളവുണ്ട്. അതുകൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതില് ആദ്യത്തെ സബ്ഷെല്ലായ എസിൽ നമുക്ക് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിന്റെ നമ്പർ 2 ആണ്. ഓക്കെ, ദെൻ പി എന്ന സബ്ഷെല്ലിൽ മാക്സിമം നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിന്റെ നമ്പർ 6 ആണ്. ഡി എന്ന സബ്ഷെല്ലിൽ നമുക്ക് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിന്റെ നമ്പർ 10 ആണ്. അതേപോലെ എഫ് എന്ന സബ്ഷെല്ലിൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിന്റെ നമ്പർ 14 ആണ്. അപ്പൊ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇനി നമ്മൾ ഇലക്ട്രോൺ ഫില്ലിംഗ് പഠിക്കാൻ പോകുന്നത്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ ഓരോ മെയിൻ ഷെല്ലിനെയും നമ്മൾ സബ്ഷെല്ലുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ മെയിൻ ഷെല്ലിലും എത്ര വീതം സബ്ഷെല്ലുകൾ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ഇതിവരെ തിരിച്ചറിയാൻ വേണ്ടി ഏത് മെയിൻ ഷെല്ലിലെ സബ്ഷെൽ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്പറിംഗ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പം അതാണ് 1s, 2s, 2p എന്ന രീതിയിൽ പോയിരിക്കുന്നത്. അപ്പം ഈ 1p എന്ന ഒരു സബ്ഷെൽ ഇല്ല. തെറ്റിക്കാൻ വേണ്ടി പരീക്ഷയ്ക്ക് ചോദിക്കും. ഇതില് എന്താ പറയാ, കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ് അല്ലെങ്കിൽ ഇല്ലാത്തത് ഏതാണെന്ന് ഐഡന്റിഫൈ. ഇപ്പൊ 1p എന്നൊരു സാധനം ഇല്ല. അതേപോലെ തന്നെ 2d എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല, 2f എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല, 3f എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. അപ്പൊ ഇതൊന്നും ഇല്ലാത്ത
ഓർബിറ്റലുകളാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇതൊക്കെ പരീക്ഷയ്ക്ക് ഐഡന്റിഫൈ ചോദിച്ചു, എക്സിസ്റ്റ് ചെയ്യാത്ത ഓർബിറ്റൽ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കുമ്പോൾ അത് മനസ്സിലാക്കണം. 4 തൊട്ട് അങ്ങോട്ട് എസും പിയും ഡിയും എഫും ഉണ്ട്, 5s ഉണ്ട്, 5p ഉണ്ട്, 5d ഉണ്ട്, 5f ഉണ്ട്, 6ന്റെ കേസിലും എല്ലാം ഉണ്ട്, 7ന്റെ കേസിലും അങ്ങോട്ടുണ്ട്. 3D വരെയുള്ള കാര്യത്തിൽ നിങ്ങളൊന്നും മനസ്സിലാക്കി വെച്ചാൽ മതി. ക്ലിയർ ആയല്ലോ ഇത്രയും? ഓക്കെ. നെക്സ്റ്റ് ഈസ് ഇലക്ട്രോൺ ഫില്ലിംഗ് ഇൻ സബ്ഷെൽസ്. സബ്ഷെൽസിൽ നമ്മൾ എങ്ങനെയാണ് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി പറയാനുള്ളത്. ഇലക്ട്രോൺ ഫില്ലിംഗ് ഇൻ സബ്ഷെൽസ്. ഓക്കെ, നമ്മൾ ഓൾറെഡി സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ ഡിസ്കസ് ചെയ്ത ഒരു പ്രിൻസിപ്പിൾ ആണ് ഏത്? ഓഫ്-ബാ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പൊ അവിടെ നമ്മൾ റൂൾസ് ഫോർ ഫില്ലിംഗ് ഇലക്ട്രോൺസ് ഇൻ ഓർബിറ്റൽ എന്ന് പറഞ്ഞില്ലേ, അത് തന്നെ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. സെയിം തന്നെ. എന്തായിരുന്നു ഓഫ്-ബാ പ്രിൻസിപ്പിൾ പറയുന്നത്? യെസ്, നമ്മൾ സബ്ഷെൽസിൽ അല്ലെങ്കിൽ ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഏത് ഓർഡർ കീപ്പ് ചെയ്യണം? യെസ്, ആ ഓരോ ഓർബിറ്റലിന്റെയും അല്ലെ ഓരോ സബ്ഷെല്ലിന്റെയും എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ് നമ്മൾ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നത്, അവയ്ക്കുള്ളിൽ ഫില്ല് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇലക്ട്രോൺസ് ആർ അറേഞ്ച്ഡ് അല്ലെങ്കിൽ ഫില്ലിംഗ് ഇൻ ദ ഓർബിറ്റൽ ഇൻ ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ എനർജി. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? അതിന് വേണ്ടി ഒരു ഓർഡർ ഒക്കെ തന്നിരുന്നു. അപ്പൊ ഓർഡർ നോക്കുമ്പോൾ ഇത് നിങ്ങൾ ബൈഹേർട്ട് ചെയ്ത് വെക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ സബ്ഷെൽ വൈസ് എഴുതാൻ പറ്റുള്ളൂ. മനസ്സിലായോ? 1s 2s 2p 3s 3p 4s 3d. അപ്പൊ ഇങ്ങനെയാണ് ഓർഡർ പോകുന്നത്. അപ്പം നമ്മൾ നോർമലി എസ് പി എ ഡി എ എഫ് എന്ന് നിങ്ങൾ എഴുതുമ്പം 1s 2s 2p 3s 3p 3d 4s 4p 4d. സാധാരണ പറയത്തില്ല എസ് പി ഡി എഫ് ഓർഡർ, അങ്ങനെ എഴുതിക്കോ. പക്ഷെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. എങ്ങനെ ശ്രദ്ധിക്കണം? 1s ഇത് ഇവിടെ വരെ ഓർഡർ കറക്റ്റ് ആണ്, 3p വരെ വളരെ കുഴപ്പമില്ല. പക്ഷേ 3p കഴിഞ്ഞ് ഫില്ല് ചെയ്യുന്നത് ആരെയാണ്? 4sനെയാണ്. 3dയിലേക്ക് പോകാൻ പാടില്ല. അപ്പൊ ഇത് ഫില്ലിങ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. ജസ്റ്റ് അപ്പൊ ഈ റൂള് പഠിച്ചു വെക്കുക. ഓർഡർ ഇതാണെന്നുള്ളത്, ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നതിന്റെ ഓർഡർ ഇങ്ങനെ പോകാവുള്ളൂ. എഴുതുന്നത് നിങ്ങൾ മര്യാദക്ക് എഴുതിക്കോളൂ, പക്ഷെ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അത് നിങ്ങൾക്ക് ഫില്ലിങ്ങിലേക്ക് വരുമ്പോൾ മനസ്സിലാവും. ഇത് ജസ്റ്റ് ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഓരോ ആറ്റമായിട്ട് എടുത്ത് ഫില്ല് ചെയ്ത് നോക്കാം, അപ്പൊ മനസ്സിലാവും കൂടെ. ആദ്യത്തേത് ആരാണ്? ഹൈഡ്രജൻ ആണ് അല്ലെ? ഹൈഡ്രജനെ സംബന്ധിച്ച് ഒരു ഇലക്ട്രോണേ ഉള്ളൂ, അല്ലയോ? യെസ്. അപ്പോൾ ആകെപ്പാടെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ആദ്യത്തെ ഓർബിറ്റൽ ഏതാണ്? സബ്ഷെൽ ഏതാണ്? 1s ആണ് അല്ലെ? 1sനകത്ത് മാക്സിമം നമുക്ക് എത്ര ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? 2 ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ പക്ഷെ ഇവിടെ 2 കൊടുക്കാനുണ്ടോ? ഇല്ല, ആകെപ്പാടെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ആ ഒരു ഇലക്ട്രോണിനെ ഈ 1sനകത്ത് കൊടുത്തു. അപ്പൊ ഹൈഡ്രജന്റെ സബ്ഷെൽ കോൺഫിഗറേഷൻ എങ്ങനെ വന്നു? 1s1 എന്ന് വന്നു. എളുപ്പമല്ലേ? ഇനി അടുത്തത് ഹീലിയം. ഹീലിയത്തിന്റെയിലേക്ക് വരികയാണ്. ഹീലിയത്തിന്റെ ഇലക്ട്രോണിന്റെ നമ്പർ 2 ആണ്. ഓക്കെ, അതില് ആദ്യത്തെ സബ്ഷെൽ ഏതാണ്? 1s ആണ് അല്ലേ? ഓക്കെ, എസിനകത്ത് മാക്സിമം എത്ര ഇലക്ട്രോണിനെ പറ്റും? 2 എണ്ണത്തിനെ പറ്റും. ഹീലിയത്തിൽ 2 എണ്ണം ഉണ്ട്, അപ്പൊ ആ 2 എണ്ണത്തിന് അവിടെ കൊടുത്തു. അപ്പൊ ഹീലിയത്തിന്റെ സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് 1s2. ഓക്കെ, ദെൻ അടുത്തത് ആരാണ്? ലിഥിയം. ലിഥിയത്തിനെ സംബന്ധിച്ച് കണ്ടെയ്ൻ 3 ഇലക്ട്രോൺസ്. അപ്പം ആദ്യത്തേത് 1s ആണ്. എസിൽ മാക്സിമം 2 ഇലക്ട്രോണേ പറ്റുള്ളൂ, അപ്പൊ 1sൽ 2 എണ്ണം കൊടുത്തു. ബാക്കി എത്ര ഉണ്ട്? 1 ഇലക്ട്രോണേ ഉള്ളൂ. 1s കഴിഞ്ഞ അടുത്ത ആരാണ്? 2s ആണ്. അപ്പൊ ആ ബാക്കി വന്ന 1 ഇലക്ട്രോണിനെ എവിടെ കൊടുത്തു? 2sൽ കൊടുത്തു. അപ്പൊ 1s2 2s1. ഇതാണ് ലിഥിയത്തിന്റെ സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. മനസ്സിലായല്ലോ? അടുത്തത് ബെർലിയം. ബെർലിയത്തിന് 4 ആണ് അല്ലെ ഇലക്ട്രോൺസിന്റെ എണ്ണം. ആദ്യത്തെ സബ്ഷെല് 1s, അതിനകത്ത് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോണിന്റെ നമ്പർ 2 ആണ്. ബാക്കി എത്ര ഉണ്ട്? 2. അടുത്ത ഓർബിറ്റൽ അല്ലെ അടുത്ത സബ്ഷെൽ ആരാണ്? 2s. ബാക്കി 2 എണ്ണം അതിനകത്ത് കൊടുക്കുക. അപ്പൊ 1s2 2s2. ഇതാണ് ബെർലിയത്തിന്റെ സബ്ഷെൽ വൈസ് കോൺഫിഗറേഷൻ. അടുത്തത് ബോറോൺ. ബോറോണിനകത്ത് 5 ഇലക്ട്രോൺസ് ഉണ്ട്. എസിനകത്ത് 1sൽ മാക്സിമം 2 എണ്ണം പറ്റും, 2sൽ മാക്സിമം 2 എണ്ണം പറ്റും. ബാക്കി എത്ര ഉണ്ട്? യെസ്, 1 ഇലക്ട്രോൺ ബാക്കിയാണ്. അത് അടുത്ത ആരാണ്? 1s 2s 2p അല്ലേ? ഓക്കെ, 1s 2s 2p ആണ്. അപ്പൊ ബാക്കി വന്ന ഒരെണ്ണത്തിന് നമ്മൾ എവിടെ കൊടുത്തു?
2p കൊടുത്തു. അപ്പം ബോറോണിന്റെ കോൺഫിഗറേഷൻ സബ്ഷെൽ വൈസ് കോൺഫിഗറേഷൻ 1s2 2s2 2p1. മനസ്സിലായോ? അടുത്തത് ആരാണ്? യെസ്, കാർബൺ. കാർബണിനകത്തില് 6 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പം 1s-നകത്തില് മാക്സിമം 2 പറ്റൂ, 2s-നകത്തില് മാക്സിമം 2 പറ്റൂ. 4 എണ്ണായി. ഇനി ബാക്കി എത്ര ഉണ്ട്? 2. 2p. p-കകത്തിൽ മാക്സിമം എത്ര ഇലക്ട്രോൺ പറ്റും? 6 ഇലക്ട്രോൺ പറ്റും. പക്ഷെ 6 എണ്ണം കൊടുക്കാൻ ഇവിടെ ഉണ്ടോ? ഇല്ല. 4 എണ്ണം ഫില്ല് ചെയ്തിട്ട് പോയിട്ട് ബാക്കി 2 ഉള്ളൂ. ആ ഉള്ള ഇതിനകത്തിൽ അങ്ങ് കൊടുക്കുക. അപ്പൊ കാർബണിന്റെ കോൺഫിഗറേഷൻ 1s2 2s2 2p2. ഓക്കെ. ദെൻ അടുത്തത് നൈട്രജൻ. നൈട്രജൻ 7 ആണ്. എങ്ങനെ വരും? 1s2 2s2 2p3. ശരിയല്ലേ? കണ്ടോ? 2p3. അടുത്തത് ആരാണ്? ഓക്സിജൻ. യെസ്, ഓക്സിജൻ. ഓക്സിജൻ 8 ആണ് അല്ലേ? 1s2 2s2 യെസ് 2p. ഇവിടെ വന്നപ്പോഴത്തേക്ക് 4 എണ്ണായി. പോയിട്ട് ബാക്കി ഇനി എത്ര ഉണ്ട്? 4. p-കകത്തിൽ മാക്സിമം 6 പറ്റും. അപ്പൊ നമുക്ക് 6 എണ്ണം ഇല്ലാത്തത് കൊണ്ട് ഉള്ള 4 കൊടുക്കുക. ഓക്കെ. ദെൻ അടുത്തത് ഫ്ലൂറിൻ 9. എങ്ങനെ വരും? 1s2 2s2 2p5. ഓക്കെ. ദെൻ അടുത്തത് നിയോൺ 10 എണ്ണം. 1s2 2s2 പോയിട്ട് 6 എണ്ണം ഉണ്ട്. p-കകത്തിൽ മാക്സിമം 6 എണ്ണം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ 6 എണ്ണം കൊടുക്കാനുണ്ട്, അതുകൊണ്ട് അത്രയും കൊടുത്തു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ആരാണ്? സോഡിയം. സോഡിയത്തിന്റെ 11 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കുക. നോക്കിക്കോളൂ. ആദ്യത്തെ 1s-നകത്തില് മാക്സിമം 2 എണ്ണം പറ്റും, അത് കൊടുത്തു. 2s-നകത്തില് മാക്സിമം 2 എണ്ണം പറ്റും, അത് കൊടുത്തു. ഇനി എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം പോയി അല്ലേ? 11-ന് 4 എണ്ണം പോയി. ഇനി 7 ഇലക്ട്രോൺ ഉണ്ട് അല്ലേ? അടുത്ത ഓർബിറ്റിൽ ആരാണ്? 2p. 2p-കകത്ത് 7 എണ്ണം പറ്റുമോ? ഇല്ല, 6 പറ്റും. അപ്പൊ 6 കൊടുത്തു. അപ്പൊ ഇനി ഒരെണ്ണം അധികം ഇല്ലേ? അതിനി അടുത്ത ഓർബിറ്റിൽ ആരാ? ഓർഡർ ആലോചിക്ക്. 1s 2s 2p 3s ആണ് അടുത്തത്. 3s-ൽ കൊടുക്കുന്നു. ബാക്കി വന്ന ഒരെണ്ണം 3s-ൽ കൊടുത്തു. സോ ദി സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സോഡിയം ഈസ് 1s2 2s2 2p6 3s1. മനസ്സിലായല്ലോ? അടുത്തത് മഗ്നീഷ്യം. മഗ്നീഷ്യത്തിനെ സംബന്ധിച്ച് 12 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? യെസ്. ഇതേപോലെ തന്നെ 1s-ൽ 2 2s-ൽ 2 2p-ൽ 6 10 എണ്ണമായി. ബാക്കി എത്ര ഉണ്ട്? 2 ഇലക്ട്രോൺ ഉണ്ട്. 3s-ൽ s-ൽ മാക്സിമം 2 എണ്ണം പറ്റുമല്ലോ. അപ്പൊ അടുത്തത് 3s-ൽ എന്ത് കൊടുത്തു? 2 എണ്ണം കൊടുത്തു. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി അടുത്ത ആളിനെ നോക്കാം. അപ്പൊ ഇത് നിങ്ങൾ എഴുതി എഴുതി എടുത്ത് പോണം കേട്ടോ. അടുത്തത് അലുമിനിയം. അലുമിനിയത്തിനകത്തില് 13 ഇലക്ട്രോൺസ് ആണുള്ളത് അല്ലെ? അപ്പൊ ആദ്യത്തേത് 1s ആണ്. 1s-ൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് 2. അടുത്തത് 2s 2s-ൽ മാക്സിമം 2. ദെൻ അടുത്തത് 2p 2p-ൽ 6 എണ്ണം പറ്റും. ഇവിടെ 6 എണ്ണം കൊടുക്കാനുണ്ട്, കൊടുക്കുക. 10 ആയി. ഇനി ബാക്കി എത്ര ഉണ്ട്? 3. പക്ഷെ അടുത്തത് 3s ആണ്. 3s-ൽ 3 എണ്ണം കൊടുക്കാൻ പറ്റുമോ? ഇല്ല. s-നകത്തിൽ മാക്സിമം കൊടുക്കാൻ പറ്റുന്നത് 2 ആണ്. അപ്പൊ 2 കൊടുത്തു. ഇനി എത്ര എണ്ണം ഉണ്ട്? ബാക്കി ഒരെണ്ണം. 3s കഴിഞ്ഞ അടുത്ത ആരാണ്? 3p. അപ്പൊ ബാക്കി വന്ന ഒരെണ്ണം ഇവിടെ കൊടുക്കുക, 3p-ൽ കൊടുക്കുക. സോ ദി സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് അലൂമിനിയം ഈസ് 1s2 2s2 2p6 3s2 3p1. മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തത് സിലിക്കൺ 14 അല്ലേ? യെസ്. അയാളുടെ എങ്ങനെയാണ്? 1s2 2s2 2p6 10 ആയല്ലോ. ഇനി 4 എണ്ണം ഉണ്ട്. 2 എണ്ണം 3s-നകത്തിൽ പോകും. ഇനി ബാക്കി എത്ര ഉണ്ട്? 2. അപ്പൊ 3p-കകത്തിൽ ആ ബാക്കി വന്ന് 2 ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുക. ക്ലിയർ ആയല്ലോ? അടുത്തത് ഫോസ്ഫറസ് 15 1s2 2s2 2p6 3s2 യെസ് 3p-കകത്ത് എത്ര എണ്ണം വരും? 3p3 വന്നു. ഓക്കെ. ദെൻ അടുത്തത് സൾഫർ 16 അല്ലേ? 1s2 2s2 2p6 3s2 3p4 വരും. 6 വരെ നമുക്ക് p-കകത്ത് പറ്റും. അപ്പൊ 3p4 ആയി. അടുത്തത് നോക്കാം. 17 ക്ലോറിൻ ആണ് അടുത്തത് അല്ലേ? ഓക്കെ. ക്ലോറിൻ 17 1s2 2s2
2p6 10 ആയല്ലോ. ഇനി 7 എണ്ണം ഉണ്ട്. അടുത്തത് 3s ആണ്. 3s ൽ 2 എണ്ണം. 3p ൽ എത്ര എണ്ണം പറ്റും? 6 എണ്ണം പറ്റും. ഇവിടെ 10 12. ഇനി ബാക്കി എത്ര? 5 എണ്ണേ ഉള്ളൂ. അപ്പൊ 3p 5 17 ആയല്ലോ. മനസ്സിലായല്ലോ? 17 ആയി. ഇനി അടുത്തത് ഏതാണ്? ആർഗൺ 18 ആർഗൺ. യെസ് 1s2 2s2 2p6 3s2 3p ൽ മാക്സിമം 6 എണ്ണം. ഇവിടെ 6 എണ്ണം കൊടുക്കാനുണ്ട്, അതുകൊണ്ട് 6 എണ്ണം കൊടുത്തു. ഇനി അടുത്തത് ആരാണ്? പൊട്ടാസ്യം അല്ലേ? യെസ് പൊട്ടാസ്യം വരുമ്പോൾ 1s2 2s2 2p6 3s2 3p6 ഇവിടെ വരെ ആയപ്പോ എത്രയായി? 18 ആയി. ഇവിടെ വരെ ആയപ്പോ 18 ആയി. ശരിയല്ലേ? 10 12 6 18. പക്ഷെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 19 ഇലക്ട്രോൺസ് ഉണ്ട് മൊത്തം. അപ്പൊ ഇനി ഒരെണ്ണത്തിനെ കൂടെ കൊടുക്കണം. അപ്പൊ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ചാടി അങ്ങോട്ട് പോകും, 3D യിലേക്ക് പോകും. പക്ഷെ 3D ആണോ അടുത്തത് ഫില്ല് ചെയ്യേണ്ടത്? അല്ല, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഓഫ് ബാർ പ്രിൻസിപ്പിൾ അനുസരിച്ച് എനർജി കുറവുള്ളതിനെ ആദ്യം ഫില്ല് ചെയ്യുക, അതിനുശേഷം എനർജി കൂടുതൽ. അതിനാണ് ആ ഓർഡർ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോ 3p കഴിഞ്ഞ് അടുത്തത് 4s ആണ്. കാരണം 3D യെക്കാളും എനർജി ആർക്ക് കുറവാണ്? 4sന് കുറവാണ്. അതുകൊണ്ട് 4sനകത്ത് ഇലക്ട്രോണിനെ കൊടുത്തിട്ടേ എങ്ങോട്ട് പോകാവുള്ളൂ? 3D യിലേക്ക് പോകാവുള്ളൂ. അപ്പൊ ഇവിടെ ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ. അപ്പൊ ആ ഒരെണ്ണം എവിടെയാണ് കൊടുക്കേണ്ടത്? 4sലാണ് കൊടുക്കേണ്ടത്. അത് നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. മനസ്സിലായി? അപ്പൊ എപ്പോഴും ശ്രദ്ധിച്ചോണം. 4ലാണ് ബാക്കി വന്നത് കൊടുത്തത്. എന്തുകൊണ്ടാണ് മനസ്സിലായോ? 4sന് 3D യെക്കാളും എനർജി കുറവായതുകൊണ്ട് ആദ്യം 4s ഫില്ല് ചെയ്തിട്ടേ എങ്ങോട്ടേക്ക് പോകാവുള്ളൂ? 3D യിലേക്ക് പോകാവുള്ളൂ. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി അടുത്തത് കാൽഷ്യം 20 1s2 2s2 2p6 3s2 3p6. ഇനി ബാക്കി എത്ര വരുന്നുണ്ട്? ഇവിടെ വരെ വന്നപ്പോഴത്തേക്കും എത്രയായി? 18 ഇലക്ട്രോൺ ആയി അല്ലേ? ഇനി 2 എണ്ണം കൊടുക്കണം. അപ്പൊ 4s ൽ 2 എണ്ണം പറ്റുമല്ലോ. അപ്പൊ 4s ൽ ബാക്കി 2 എണ്ണം കൊടുത്തു. ഇത്രയും വരെയുള്ള കേസ് മനസ്സിലായല്ലോ? അപ്പൊ ഈ രീതിയിൽ 1 തൊട്ട് 20 വരെയുള്ളത് ആദ്യം നിങ്ങൾ പതുക്കെ എഴുതി നോക്കുക. ഫില്ലിങ് പ്രത്യേകിച്ച് മനസ്സിലാക്കാനൊന്നുമില്ല, ഓർഡർ മനസ്സിലാക്കി വെക്കണം, അത് തെറ്റിക്കരുത്. ഇത്ര പിടി കിട്ടിയോ? നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് 21 തൊട്ട് അറ്റോമിക് നമ്പറുള്ള കുറച്ച് പേരുടെയാണ് ഇനി നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ സ്കാൻഡിയം 21 ആണ്. പഴയതുപോലെ തന്നെ നോക്കുക. എന്താണ്? 1s2 2s2 2p6 3s2 3p6 4 അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇവിടെ വരെ എത്രയായി? 18. ഇതിൽ 21 ഉണ്ട്. പിന്നെ 3 ഇലക്ട്രോണിനെ കൊടുക്കണം. അപ്പൊ നമുക്കറിയാം 3p കഴിഞ്ഞ് അടുത്ത ആരാ വരേണ്ടത്? 4s ഫില്ല് ചെയ്തിട്ടേ 3D യിലേക്ക് പോകാവുള്ളൂ. അപ്പൊ അടുത്തത് 4s. 4sനകത്ത് മാക്സിമം എത്ര ഇലക്ട്രോണിനെ കൊടുക്കാൻ പറ്റും? 2 ഇലക്ട്രോണിനെ കൊടുക്കാൻ പറ്റും. അപ്പൊ 2 കൊടുത്തു. അപ്പൊ 20 ആയി. ഇത് കാൽഷ്യത്തിന്റെ കോൺഫിഗറേഷൻ ആയി. ഇനി എത്ര എണ്ണം ഉണ്ട് ബാക്കി? ഒരെണ്ണം ഉണ്ട്. അടുത്തത് ഇനി എങ്ങോട്ട് കൊടുക്കണം? 3D യിലേക്ക് കൊടുക്കണം. അപ്പൊ ബാക്കി വന്ന ഒരെണ്ണത്തിനെ നമ്മൾ 3D യിലേക്ക് കൊടുത്തു. കോൺഫിഗറേഷൻ വന്നത് മനസ്സിലായോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ ഇങ്ങനെ എഴുതാം. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ 3p6 അത് കഴിഞ്ഞ് 3D കൊടുത്തിട്ട് നിങ്ങൾക്ക് 4s എഴുതിക്കോ. ഓർഡറിൽ നിങ്ങൾക്ക് 3p 3D ആ രീതിയിൽ എഴുതിക്കോ. പക്ഷെ ഫില്ല് ചെയ്യുമ്പോ 4s ൽ 2 എണ്ണം കൊടുത്തിട്ട് 3D യിൽ ഒരെണ്ണം കൊടുക്കുക. ഫില്ല് ചെയ്യുമ്പോ അങ്ങനെ ചെയ്യാവുള്ളൂ. എഴുതിക്കോ ഇങ്ങനെ, നോ പ്രോബ്ലം. ബട്ട് എന്താ ഫില്ലിങ് ചെയ്യുമ്പോ 4s ൽ കൊടുത്തിട്ടേ 3D യിൽ എന്ത് ചെയ്യാവുള്ളൂ? ഫില്ല് ചെയ്യാവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് ടൈറ്റാനിയം 22 ഉണ്ട്. ഇത് ഇത്രയും കറക്റ്റ് അല്ലേ? ഇതുപോലെ തന്നെ 1s2 2s2 2p6 3s2 3p6 വരെ കറക്റ്റ്. അടുത്തത് നിങ്ങൾ 3D എന്നും 4s എന്നും തന്നെ എഴുതിക്കോളൂ. അങ്ങനെ തന്നെ എഴുതിക്കോളൂ. പക്ഷെ ഫില്ല് ചെയ്യുമ്പോൾ ഓഫ് ബാർ പ്രിൻസിപ്പിൾ അനുസരിച്ചാൽ മതി. ഫില്ല് ചെയ്യുമ്പോൾ കേട്ടോ. അപ്പൊ 4s ൽ 2 എണ്ണം കൊടുത്തു. ബാക്കി ഇനി എത്ര എണ്ണം ഉണ്ട്? ഇനി 2 എണ്ണം ഇല്ലേ? 22 അല്ലേ? അപ്പൊ ബാക്കി ഇനി 2. അതെവിടെ കൊടുക്കുക? 3D യിൽ കൊടുക്കുക. അടുത്തത് വനേഡിയം. വനേഡിയത്തിന്റെ കേസിൽ എന്താ? ഇത്ര വരെ സെയിം ആണ് അല്ലേ? ഓക്കെ. അത് കഴിഞ്ഞിട്ട് 4s ൽ 2 എണ്ണം. അത് കഴിഞ്ഞ് 3D യിൽ എത്ര വരും? 3D യിൽ 3. 23 ആയതുകൊണ്ട് 3D യിൽ 3. അടുത്തത് ക്രോമിയം. യെസ്, ക്രോമിയം അവിടെ നിൽക്കട്ടെ. നമ്മൾ പഠിച്ചതാണ് ഓൾറെഡി, അവിടെ നിൽക്കട്ടെ. ഇനി മാംഗനീസ്. മാംഗനീസിന്റെ കേസിലും എന്താണ്? ഇവിടെ വരെ കറക്റ്റ് ആണ്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക?
4s2 എടുക്കുക 3d എത്ര വരും 25 ആണ് അല്ലേ അപ്പോൾ ബാക്കി 5 ഇലക്ട്രോൺ ഉണ്ട് അപ്പോൾ 3d 5 എന്ന് വരും മനസ്സിലായോ പറഞ്ഞത് അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഇലക്ട്രോൺസിനെ സബ്ഷൽ വൈസ് ആയിട്ട് ഫിൽ ചെയ്യാൻ അപ്പോൾ ക്രോമിയത്തിന്റെ കേസിൽ എന്താണ് നമ്മൾ പഠിച്ചതാണ് എക്സെപ്ഷണൽ കേസ് ആണ് അല്ലേ ഈ ഒരു രീതി നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ 1s2 2s2 2p6 3s2 3p6 അത് കഴിഞ്ഞ് 4s2 എന്താണ് ബാക്കി 3d 4 എണ്ണം വന്ന് നമ്മൾ അതൊന്ന് കൊടുത്തു ഇങ്ങനെ പക്ഷേ ഇത് ശരിയാണോ അല്ല എന്താണ് ക്രോമിയത്തിന്റെ കേസിലുള്ള എക്സെപ്ഷണൽ കേസ് യെസ് നമുക്കറിയാം ഡി കാത്തിൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം 10 ആണ് അതിന്റെ നേർ പകുതി 5 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷൻ ആയാലും ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ആയാലും എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ട് അപ്പൊ ഏതെങ്കിലും ഒരു ആറ്റത്തിന് ആ കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അയാൾ അതിന് ശ്രമിക്കും അപ്പൊ ഇവിടെ നോക്കിക്കേ 4s ഒരെണ്ണത്തിന് ഇങ്ങോട്ടേക്ക് മാറ്റിയാൽ ഇയാൾക്ക് ഹാഫ് ഫിൽഡ് ആവും അപ്പൊ ഇയാൾ എക്സ്ട്രാ സ്റ്റേബിൾ ആവും അപ്പൊ എല്ലാവരും സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയല്ലേ ശ്രമിക്കുന്നത് അതുകൊണ്ട് ക്രോമിയത്തിന്റെ കോൺഫിഗറേഷൻ എങ്ങനെ മാറുന്നു ക്രോമിയത്തിന്റെ കോൺഫിഗറേഷൻ യെസ് 4s1 എന്നും 4s1 എന്നും 3d 5 എന്നും രീതിയിൽ നിൽക്കും അതൊരു എക്സെപ്ഷൻ ആണ് നമ്മൾ പഠിച്ചതാണ് ബാക്കിയൊക്കെ അതുപോലെ തന്നെ പിന്നെ ഒരാളുടെ കേസിലും കൂടി എക്സെപ്ഷൻ വരുന്നുണ്ട് ആരുടെ കേസാണ് യെസ് കോപ്പർ 29 അല്ലേ അത് നമുക്കറിയാം ഇതേപോലെ തന്നെ 1s2 സാധാരണ ഇതുപോലെ നമ്മൾ എഴുതുവാണെങ്കിൽ എങ്ങനെ വരും 1s2 2s2 2p6 3s2 3p6 4s2 3d9 എന്ന് നമ്മൾ എഴുതും അല്ലേ സാധാരണ രീതിയിൽ എഴുതുവാണെങ്കിൽ പക്ഷേ എന്ത് പറ്റും ഇവിടെ എസിൽ നിന്ന് ഒരെണ്ണം ഇങ്ങോട്ട് പോയാൽ D10 ആവും നമുക്കറിയാം ഡി കാത്തിൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് 10 ആണ് അപ്പൊ D10 എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷൻ വരും അല്ലേ അപ്പൊ അയാൾക്ക് എക്സ്ട്രാ സ്റ്റെബിലിറ്റി കിട്ടും അപ്പൊ അയാൾ അതിനല്ലേ ശ്രമിക്കത്തുള്ളൂ അതുകൊണ്ട് കോപ്പറിന്റെ കേസിലും ഇതേപോലെ തന്നെ എന്താണ് 4s നിന്ന് ഒരെണ്ണത്തിന് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് എന്ത് പറ്റും 4s1 3d 10 എന്ന രീതിയിൽ കോൺഫിഗറേഷൻ ഇത് രണ്ടും എന്താണ് എക്സെപ്ഷണൽ കേസ് ആണ് ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പോകും മനസ്സിലായോ അപ്പൊ ഇങ്ങനെയാണ് സബ്ഷൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതേണ്ടത് ഇപ്പൊ ഏകദേശം ക്ലിയർ ആയല്ലോ അപ്പൊ ഇവിടെ നിങ്ങൾ ഒന്ന് തൊട്ട് ഇങ്ങനെ ഓരോ എലമെന്റ് ആയിട്ട് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക എഴുതി 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 പഠിക്കുക അപ്പൊ ഇവിടെ വരുമ്പോ തെറ്റിപ്പോവരുത് 4s ഫില്ല് ചെയ്തിട്ടേ 3d പോകാവുള്ളൂ നിങ്ങൾ 3d 4s തന്നെ എഴുതിക്കോ പക്ഷെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുമ്പോൾ 4s കൊടുക്കുക എന്നിട്ട് മാത്രം 3d ഫില്ല് ചെയ്യുക അങ്ങോട്ട് അപ്പൊ ആ ഒരു ഓർഡർ ഇങ്ങനെ നിങ്ങളുടെ മനസ്സിൽ ഞാൻ ആദ്യം തന്ന ആ ഒരു ഓർഡർ ഇല്ലേ അതിങ്ങനെ മനസ്സിൽ കിടക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ ഫില്ലിംഗ് നടത്തുന്നത് അറിയാലോ യെസ് എനർജി കുറവുള്ളതിനെ ആദ്യം ഫില്ല് ചെയ്തിട്ട് എനർജി കൂടുതലുള്ളതിലേക്ക് നമ്മൾ പോകാവുള്ളൂ അതുകൊണ്ടാണ് ആ രീതിയിൽ ഫില്ലിംഗ് നടത്തുന്നത് ഇത്രയും ക്ലിയർ ആയല്ലോ നെക്സ്റ്റ് ഈസ് അനദർ മെത്തേഡ് ഓഫ് റെപ്രസെന്റിംഗ് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ റെപ്രസെന്റ് ചെയ്യാനുള്ള അടുത്ത ഒരു മെത്തേഡ് ഉണ്ട് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട് നോർമലി നമുക്ക് എഴുതാൻ ഇപ്പൊ അറിയാം നമ്മളെല്ലാം പഠിച്ചു അല്ലേ ഓക്കെ ഇനി എങ്ങനെയാണ് വേറൊരു രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത് അപ്പൊ അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ് സാധാരണ രീതിയിൽ നമ്മൾ കോൺഫിഗറേഷൻ എഴുതുന്നത് എങ്ങനെയാണ് സബ്ഷൽ വൈസ് 1s2 2s2 2p6 3s1 ശരിയല്ലേ 11 എണ്ണം ഉണ്ട് എസിൽ 2 2s-ലും 2 2p-ൽ 6 എണ്ണം പറ്റും 10 ആയി ബാക്കി വന്ന ഒന്നിനെ 3s-ൽ കൊടുത്തു ഇങ്ങനെയല്ലേ റെപ്രസെന്റ് ചെയ്യുന്നത് ഓക്കെ ഇനി ഇത്രയും ആരുടെ കോൺഫിഗറേഷൻ ആണെന്ന് നോക്കിക്കേ ഇത് അതിന് തൊട്ട് മുന്നേ കിടക്കുന്ന നിയോൺ എന്ന നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ ഇതല്ലേ 1s2 2s2 2p6 എന്നല്ലേ അല്ലയോ അതെ അപ്പം ഇത്രയും കോൺഫിഗറേഷൻ നിയോണിന്റെ ആണ് നോബിൾ ഗ്യാസ് ആയ തൊട്ട് മുന്നേ കിടക്കുന്ന നോബിൾ ഗ്യാസ് ആയ നിയോണിന്റെ ആണ് അപ്പൊ നമുക്ക് വേറൊരു രീതി ഇച്ചിരി ചുരുക്കി എഴുതാന്ന് വെച്ചാൽ ഇത്രയും കോൺഫിഗറേഷൻ എഴുതുന്നതിന് പകരം ദാ ഒരു സ്ക്വയർ ബ്രാക്കറ്റില് നിയോൺ എന്ന് സൂചിപ്പിക്കുക ഇതിന് പകരം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ ഈ കോൺഫിഗറേഷൻ അവിടെ ഉണ്ട് എന്നാണ് അർത്ഥം ബാക്കി വന്ന 3s1 അതുപോലെ കൊടുക്കുക അപ്പൊ സോഡിയത്തിന്റെ കോൺഫിഗറേഷൻ കണ്ടോ ഇങ്ങനെ ചുരുക്കിയും നമുക്ക് എന്ത് ചെയ്യാം സബ്ഷൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം മനസ്സിലായി വേറെ ഒരെണ്ണം കൂടി കാണിക്കാം അടുത്തത് മഗ്നീഷ്യം അല്ലേ സോഡിയത്തിന് ശേഷം വരുന്നത് മഗ്നീഷ്യമാണ് മഗ്നീഷ്യത്തിന്റെ 12 അയാളുടെ നമ്മൾ സാധാരണ എഴുതുമ്പോൾ 1s2 2s2 2p6 3s2
എന്നാ എഴുതുന്നത് അല്ലേ? യെസ്, 12. ഇനി ഇത്രയാത്ര കോൺഫിഗറേഷൻ ആണ്. തൊട്ടു മുന്നേ ഉള്ള നോബിൾ ഗ്യാസ്, തൊട്ടു മുന്നേ മീൻസ് അയാൾക്ക് മുന്നേ കിടക്കുന്ന ഏത് നോബിൾ ഗ്യാസ് ആണ്? നിയോൺ ആണ്. അപ്പൊ അയാളുടെ കോൺഫിഗറേഷൻ ആണ്. അപ്പൊ ഇത്രയും പകരം നമുക്ക് ആരെയും കൊടുക്കാം? നിയോൺ എന്ന് കൊടുക്കാം. അത് കഴിഞ്ഞ് പിന്നെ എന്ത് എഴുതുക? 3s2. ചുരുക്കി ഇങ്ങനെയും മഗ്നീഷ്യത്തിന്റെ സബ്ഷെൽ വൈസ് കോൺഫിഗറേഷൻ ഈ രീതിയിലും റെപ്രസെന്റ് ചെയ്യും. ഇതാണ് മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കണം, ഏതെങ്കിലും ഒരു ആറ്റത്തിന്റെ നോബിൾ ഗ്യാസിനെ വെച്ച് നമ്മൾ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അതിന് തൊട്ട് മുന്നേ ഉള്ള നോബിൾ ഗ്യാസ് ഏതാണോ അയാളുടെ വെച്ച് വേണം നമ്മൾ എഴുതാൻ. അപ്പൊ സോഡിയത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും അലുമിനിയത്തിന്റെയും ഒക്കെ കേസിൽ തൊട്ട് മുന്നേ കിടക്കുന്നത് നിയോൺ ആണ്. അങ്ങനെയാണെങ്കിൽ പൊട്ടാസ്യം വന്നേ. പൊട്ടാസ്യത്തിന്റെ കേസിലാണെങ്കിലോ സാധാരണ നമ്മൾ കോൺഫിഗറേഷൻ എഴുതുന്നത് 1s2 2s2 2p6 3s2 3p6 4s1 എന്നായിരുന്നത് അല്ലേ? 10 12 18 1 19 ഇങ്ങനെയാ സാധാരണ എഴുതുന്നത്. പൊട്ടാസ്യത്തിന് തൊട്ട് മുന്നേ ഉള്ള നോബിൾ ഗ്യാസ് ആരാണ്? ആർഗൺ ആണ്. ആർഗന്റെ 18 ഇലക്ട്രോൺ ആണ്. ആർഗന്റെ കോൺഫിഗറേഷൻ നിങ്ങൾ എഴുതി നോക്കിയതാ ഇത്രയല്ലേ, ഇവിടെ വരെ ആർഗൺ അല്ലേ. അപ്പൊ ഇത്രയും പകരം നമുക്ക് ചുരുക്കി എന്ത് കൊടുക്കാം? ആർഗണിനെ സ്ക്വയർ ബ്രാക്കറ്റിലാക്കി കൊടുത്തിട്ട് ബാക്കി 4s1. അപ്പൊ ഇങ്ങനെ പൊട്ടാസ്യത്തിന്റെ സബ്ഷെൽ വൈസ് കോൺഫിഗറേഷൻ ഇങ്ങനെ വേണമെങ്കിലും റെപ്രസെന്റ് ചെയ്യാം. മനസ്സിലായോ? ഇനി കാൽഷ്യം ആവുമ്പോഴോ? കാൽഷ്യം ആകുമ്പോ ഇത്രയും നീട്ടി എഴുതണോ? വേണ്ട. ആർഗണിന്റെ 18 അല്ലേ, അത്ര എഴുതുക. ബാക്കി 4s2 ഇങ്ങനെ എഴുതിയതിന്റെ അർത്ഥം എന്താ? ഇതും കാൽഷ്യത്തിന്റെ സബ്ഷെൽ വൈസ് കോൺഫിഗറേഷൻ തന്നെയാണ്. അപ്പൊ ഈ രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം? സബ്ഷെൽ വൈസ് കോൺഫിഗറേഷൻ എഴുതാം. മറ്റൊരു മെത്തേഡാണ്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ ആദ്യം പഠിക്കുന്നതാണ്. പക്ഷെ ഇങ്ങനെ ഇപ്പൊ വലിയ അറ്റോമിക് നമ്പർ ഒരുപാട് വരുന്നതിനൊപ്പം നീട്ടി ആദ്യം തൊട്ടേ 1s2 2s2 എന്ന് പറഞ്ഞ് എഴുതണ്ട. അതിന്റെ ഒരു ഈസിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ചുരുക്കി എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ 18 ആർഗൺ കഴിഞ്ഞാൽ പിന്നെ ക്രിപ്റ്റോൺ 36. അപ്പൊ 36ന് ശേഷം വരുന്ന എലമെന്റ്സിനെ എല്ലാം ക്രിപ്റ്റോൺ എന്ന രീതിയിൽ ചുരുക്കി എഴുതാം. മനസ്സിലായി? അത്രയൊക്കെ വലുതായിട്ടൊന്നും നിങ്ങൾ പഠിക്കണ്ട, അത്ര അതിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ ഇത്രയെങ്കിലും മിനിമം എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കുക. അപ്പൊ ഈ രീതിയിൽ മറ്റൊരു രീതിയിൽ സബ്ഷെൽ വൈസ് കോൺഫിഗറേഷൻ എഴുതാനും പഠിച്ചുല്ലോ. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ സബ്ഷെൽ കോൺഫിഗറേഷൻ എഴുതുക. കോൺഫിഗറേഷൻ എഴുതാൻ ഇത്രേ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പൊ ആദ്യം തൊട്ട് നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു മെയിൻ ഷെൽ കോൺഫിഗറേഷൻ നമുക്കറിയാം അല്ലെ? KLMN ആ ഓരോ മെയിൻ ഷെല്ലിലും ഇലക്ട്രോൺസിനെ എത്ര വീതം മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാം എന്നുള്ള കാര്യവും നമുക്ക് അറിയാം. പിന്നെ അതിനുശേഷമാണ് നമ്മൾ പഠിച്ചത് ഓരോ മെയിൻ ഷെല്ലിനെയും നമ്മൾ സബ് ലെവൽസ് അല്ലെ സബ് ഷെല്ലുകളായിട്ട് സബ് എനർജി ലെവൽസ് ആയിട്ട് വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ മെയിൻ എനർജി ലെവലായ കെക്ക് ഒരു സബ് ഷെൽ ദാറ്റ് ഈസ് എസ്, രണ്ടാമത്തെ എല്ലിന് 2 സബ് ഷെൽ SP, മൂന്നാമത്തേതിന് 3 സബ് ഷെൽ SPD, നാലാമത്തേതിന് 4 സബ് ഷെൽ SPD ആൻഡ് F. ഇനി ഏത് മെയിൻ ഷെല്ലിന്റെയാണ് സബ് ഷെൽ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോന്നിനും നമ്പറിംഗ് കൊടുത്തു. ആദ്യത്തേതിന് 1s, രണ്ടാമത്തേതിന് 2s 2p, മൂന്നാമത്തേതിന് 3s 3p 3d, നാലാമത്തേതിന് 4s 4p 4d 4f. ആ രീതിയിൽ മുന്നോട്ട് പോകും. അത്രയും മനസ്സിലായി? ഇനി ഓരോ സബ് ഷെല്ലിലും മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിന്റെ നമ്പർ എത്രയാണെന്ന് പഠിച്ചു. എസിനകത്തിൽ മാക്സിമം 2 ഇലക്ട്രോൺ, പിക്കകത്തിൽ മാക്സിമം 6 ഇലക്ട്രോൺ, ഡിക്കകത്തിൽ മാക്സിമം 10 ഇലക്ട്രോൺ, എഫിനകത്തിൽ മാക്സിമം 14 ഇലക്ട്രോൺസിനെ നമുക്ക് എന്ത് ചെയ്യാം? അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇലക്ട്രോൺ ഫില്ലിങ്ങിലേക്ക് വന്നു. അതിനു മുന്നേ ഫില്ല് ചെയ്യുമ്പോൾ എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ ഓഫ് ബാർ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്ത് വേണം ഫില്ല് ചെയ്യാനെന്ന് നമ്മൾ പറഞ്ഞു. ആ ഓർഡർ നമ്മുടെ മനസ്സിലുണ്ട്. അത് വെച്ചിട്ട് ഓരോ ആറ്റത്തിന്റെ കേസിലും സബ്ഷെൽ വൈസ് കോൺഫിഗറേഷൻ എഴുതി നോക്കി. അവിടെ ഓരോ കേസിൽ വരുമ്പോഴും 3D 4s എന്ന കേസിലാണ് ആദ്യത്തെ കേസ് നമ്മൾ പഠിച്ചത്. പറഞ്ഞു വരുന്ന ഓർഡർ അനുസരിച്ച് 3D 4s എന്ന് പറഞ്ഞ് പോയിക്കോളൂ. പക്ഷെ ഫില്ല് ചെയ്യുമ്പോൾ 4s ഫില്ല് ചെയ്തിട്ട് 3Dയിലേക്ക് പോകാവുള്ളൂ. ബിക്കോസ് 4s ഹാസ് ലോവസ്റ്റ് എനർജി ദാൻ അല്ലെങ്കിൽ കമ്പയർ ടു 3D. അത് മറക്കരുത്. അതേപോലെ അങ്ങോട്ട് വരുന്ന കേസിലും പിന്നെ 2 എക്സെപ്ഷണൽ കേസ് പഠിച്ചു, ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും. അത് നമ്മൾ ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഇനി പിന്നെ നമ്മൾ എന്താണ് ചുരുക്കി എങ്ങനെ വലിയ ആറ്റത്തിന്റെ കേസിൽ വരുമ്പോൾ എങ്ങനെയാണ് സബ്ഷെൽ വൈസ് കോൺഫിഗറേഷൻ ഒന്ന് ചുരുക്കി റെപ്രസെന്റ് ചെയ്യുന്നത്, നോബിൾ ഗ്യാസിന്റെ ടേംസിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളത് പഠിച്ചു. അപ്പൊ ഇത്രയേ ഉള്ളൂ സബ്ഷെൽസിന്റെ കോൺഫിഗറേഷൻ എഴുതാൻ. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമല്ല. അപ്പൊ നിങ്ങൾ ആദ്യത്തെ എലമെന്റ് തൊട്ട് അങ്ങോട്ടങ്ങ് എഴുതി നോക്കണം. ഒരുപാട് വലുതിലേക്കൊന്നും പോകണ്ട, എങ്കിലും ഞാൻ കാണിച്ചത്രയും മാക്സിമം ഒരു 30 വരെയെങ്കിലും ഒന്ന് എഴുതി നോക്കണം. ഓക്കെ, താങ്ക് യു.